പാകിസ്ഥാന്റെ ചങ്കിടിപ്പ് വർദ്ധിച്ചു വരുന്നു. ഏതു നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ മിസൈൽ ശക്തി നിങ്ങളുടെ രാജ്യത്തിന്റെ മാറിലൂടെ നുഴഞ്ഞു കയറും. പെഹൽഗാമിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യർക്ക് നീതിക്ക് വേണ്ടി ഓരോ ഇന്ത്യക്കാരനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സൈന്യം തയ്യാറാണ്. ഭീകരത വളർത്തുന്ന പാകിസ്ഥാന്റെ ശ്രദ്ധയ്ക്ക് ചോരയ്ക്ക് ചോര. നിങ്ങൾ കാത്തിരുന്നോളൂ. പഹൽഗാമിലെത്തിയവരുടെ പേരും മതവും നോക്കി നടത്തിയ നരഹത്യ ഇന്ത്യയിലെ മതേതരത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. പഹൽഗാമിൽ ഇന്ത്യ ഒഴുക്കിയ ചോരയ്ക്ക് ചോരയിൽ തന്നെ പകരം വീട്ടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി കഴിഞ്ഞു. ആണവായുധം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന പാകിസ്ഥാന് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ഇന്ത്യക്ക് ആണവായുധത്തിന്റെ പോലും ആവശ്യമില്ല. വീണ്ടും ഭീഷണിക്കാണ് ശ്രമിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ കൈവശമുള്ള ആണവായുധം ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതല്ല എന്ന് നിങ്ങളും തിരിച്ചറിയുക. കശ്മീരിലെ ജനതയെ വീണ്ടും അനിശ്ചിതത്വത്തിലാക്കിയ പഹൽഗാം സംഭവം നടപ്പിലാക്കിയ പാകിസ്ഥാൻ വെറുതെ ഇരുന്ന് ഇന്ത്യയെ കയറി അങ്ങോട്ട് ചൊറിയുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. നിലവിളിച്ചോടി ചൈനയെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളഞ്ഞത്. അതും അവരുടെ പേരും മതവും നോക്കി നിങ്ങൾ നടത്തിയ നരഹത്യ ഇന്ത്യയിലെ മതേതരത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടതാണെന്ന് ഇവിടെ ആർക്കാണ് മനസ്സിലാകാത്തത്? എന്നാൽ കശ്മീരിലെ സാധാരണക്കാർ അണിനിരന്നു. ഉറക്കെ അവർ പറഞ്ഞു വന്നവർ അവരുടെ സഹോദരന്മാരാണെന്ന്. അവിടെ കൊല്ലപ്പെട്ടവർ അവരുടെ തന്നെ രക്തമാണെന്ന്. കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? അവർക്ക് 2 സഹോദരന്മാരെ കശ്മീർ നൽകിയെന്ന്. അവരെ സ്നേഹിക്കുകയും ഏറ്റവും മോശം ഘട്ടത്തിൽ താങ്ങായി നിന്നവരെ സഹോദരൻ എന്നല്ലാതെ എന്താണ് വിളിക്കാൻ സാധിക്കുക? അവരുടെ പേരോ ജനിച്ച മതമോ അല്ല, മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ബോധ്യം ഇന്ന് കശ്മീർ ജനതയ്ക്കുണ്ട്. ആ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മേലെയാണ് പാകിസ്ഥാൻ നിറയൊഴിച്ചത്. ഇന്ത്യയുടെ കോപം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല പാകിസ്ഥാനെ. പ്രകൃതി രമണീയമായ ബൈസരൻ താഴ്വരയിൽ കശ്മീരിന്റെ ശാന്തതയെ കശക്കിയെറിഞ്ഞ പാകിസ്ഥാൻ ഭീകരരെ മുടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ക്ഷണനേരം കൊണ്ടായിരുന്നു വന്നത്. തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വീടുകൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഒളിത്താവളങ്ങൾ സുരക്ഷാ സേന ആക്രമിച്ചു. തീവ്രവാദികളെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന സിവിലിയന്മാരുൾപ്പെടെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ പ്രവർത്തന സുരക്ഷയ്ക്കും പൊതുക്രമവും സംരക്ഷിക്കുന്നതിനായി സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം നിർത്താൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്കും നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് അതിശക്തമായ ഒരു സുരക്ഷാ കവചം തന്നെയാണ്. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും ഏത് സമയം വേണമെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാൻ വെമ്പി നിൽക്കുന്ന ചൈനയെയും പാകിസ്ഥാനെയും ഇന്ത്യ നേരത്തെ തന്നെ മനസ്സിലാക്കിയെന്ന് വേണം നമ്മൾ കരുതാൻ. എന്തായാലും ഇന്ത്യയുടെ സൈനിക വ്യൂഹം തയ്യാറായിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കവചം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്തുള്ള ഭീഷണികളെ തകർക്കാൻ ഹ്രസ്വദൂര തന്ത്രപരമായ മിസൈലുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. വളരെ അടുത്തു നിൽക്കുന്ന ശത്രുക്കളെ വേഗത്തിലും കൃത്യതയോടെയും ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇവ. യുദ്ധമുഖത്ത് എളുപ്പത്തിൽ ഇവ വിന്യസിക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും ശക്തമായവയാണ് 150 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള പൃഥ്വി 1ഉം 350 കിലോമീറ്റർ ശേഷിയുള്ള പൃഥ്വി 2ഉം. ഏകദേശം 150 കിലോമീറ്റർ ദൂരമുള്ള പ്രഹാർ മിസൈലും ഇതിന്റെ പരിഷ്കരിച്ച രൂപമായ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രളയ് മിസൈലും ഈ കൂട്ടത്തിലുണ്ട്. കൂടാതെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതും 700 കിലോമീറ്റർ ദൂരപരിധിയുള്ളതുമായ അത്ഭുത മിസൈൽ ശൗര്യയും ഇന്ത്യയുടെ ഹ്രസ്വദൂര ശേഖരത്തിലെ നിർണായക കണ്ണിയാണ്. കരയിൽ നിന്ന് ആകാശത്തേക്ക് ആക്രമണം നടത്താനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട്. ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയെ ആകാശത്തു വെച്ച് തന്നെ തടഞ്ഞു നിർത്താനാണ് ആകാശ് QRSAM അതായത് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഒരുക്കിയിട്ടുള്ളത്. VLSRS-AM പോലുള്ള സർഫസ് ടു എയർ മിസൈലുകൾ 25 കിലോമീറ്റർ വരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം നശിപ്പിക്കാൻ കഴിയുന്ന ആകാശും 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും സൈനിക താവളങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന QRSAM-ഉം നാവിക കപ്പലുകൾക്ക് വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന VLSRS-AM-ഉം നമ്മുടെ വ്യോമ പ്രതിരോധത്തിന്റെ ശക്തമായ അടിത്തറയാണ് കാണിക്കുന്നത്. ടാങ്കുകളെ വേട്ടയാടാൻ വേണ്ടി ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകളും സജ്ജമാണ്. ശത്രു രാജ്യങ്ങളിലെ ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും നശിപ്പിക്കാൻ അത്യാധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇന്ന് ഇന്ത്യക്കുണ്ട്. 10 കിലോമീറ്റർ പരിധിയുള്ള നാഗ് ഹെലികോപ്റ്ററുകളിൽ നിന്നും കാലാൾപ്പടയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഹെലിന, സെയിന്റ്,
MPA, TGM എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. റിയാക്റ്റീവ് കവചങ്ങളെ പോലും ഭേദിക്കാൻ ശേഷിയുള്ള ഇവ അത്യാധുനിക ലക്ഷ്യനിർണയ സംവിധാനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ആകാശ പോരാട്ടങ്ങൾക്കാണ് എയർ ടു എയർ മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയിരിക്കുന്നത്. പോർ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച് ശത്രു വിമാനങ്ങളെ ആകാശത്തു വെച്ച് തന്നെ നശിപ്പിക്കാനുള്ളതാണ് എയർ ടു എയർ മിസൈലുകൾ. 100 കിലോമീറ്റർ മുതൽ 130 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇവ ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 അനുസരിച്ച് സൈനിക ശേഷിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാകിസ്ഥാൻ മല്ലിടാനൊരുങ്ങുന്നത് ഈ ഇന്ത്യയോടാണ് എന്ന് ഓർമ്മ വേണം. 11,50,000 റിസർവിസ്റ്റുകളുടെയും 2.5 ദശലക്ഷത്തിലധികം അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പിന്തുണയോടെ ഇന്ത്യ 14,55,550 സജീവ സൈനികരെയാണ് നിലനിർത്തുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ സജീവ സൈനിക ശക്തി എന്ന് പറയുന്നത് 6,54,000 ആണ്. ഏകദേശം 5 ലക്ഷം അർദ്ധസൈനികരും ഇവിടെയുണ്ട്. നൂതന T-19 ഭീഷ്മ, അർജുൻ മോഡലുകൾ ഉൾപ്പെടെ 4,201 ടാങ്കുകൾ എന്നിവ വിന്യസിപ്പിച്ചുകൊണ്ട് കരയിലും ഇന്ത്യ ആധിപത്യം പുലർത്തുന്നു. എന്നാൽ പാകിസ്ഥാനാകട്ടെ 2,627 ടാങ്കുകൾ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഏറ്റവും നിർണായക ഘടകമാണ് ദീർഘദൂര മിസൈലുകൾ. 700 കിലോമീറ്റർ മുതൽ 5,500 കിലോമീറ്ററിലധികം വരെ ദൂരപരിധിയുള്ള അഗ്നി സീരീസ് മിസൈലുകളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ. അഗ്നി 5 ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് ലോകത്തിന്റെ വിശാലമായ ഭാഗങ്ങളിൽ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ശേഷിയുള്ളതുമാണ്. കൂടാതെ 1000 മുതൽ 1500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതും ആണവായുധം വഹിക്കാൻ കഴിയുന്നതുമായ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യയുടെ കൈവശം ഇന്നുണ്ട്. ഇവയ്ക്ക് താഴ്ന്ന ഉയരത്തിൽ പറന്നുകൊണ്ട് ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയും ചെയ്യും. ഈ അത്യാധുനികവും വിപുലവുമായ മിസൈൽ ശേഖരം ഇന്ത്യക്ക് ശക്തമായ ഒരു പ്രതിരോധ കവചമാണ് തീർക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ സംവിധാനങ്ങൾ ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തെ മുന്നേറ്റങ്ങളും ഈ കരുത്തിന് കൂടുതൽ ഊർജം പകരുന്നവയാണ്. പാകിസ്ഥാന് പൂട്ടിയിടുന്നതിന്റെ ഭാഗമായി വ്യാപാര ബന്ധത്തിൽ ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക ബലം കൊണ്ട് മാത്രമല്ല, നയതന്ത്ര ബന്ധം കൊണ്ട് മറ്റെല്ലാ മേഖലയും കൂടി ഇന്ത്യ പാകിസ്ഥാന് പണി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാന് അടിപതറുന്ന ഒരു മേഖലയാണ് മരുന്ന് വിതരണം. മരുന്ന് വിതരണത്തിനുള്ള സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ആരോഗ്യ അധികൃതർ അടിയന്തര തയ്യാറെടുപ്പ് നടപടികൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മരുന്നു മേഖലയിലെ നിരോധനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അടിയന്തര പദ്ധതികൾ ഇതിനകം തന്നെ നിലവിലുണ്ടെന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 2019 പ്രതിസന്ധിയെ തുടർന്ന് അത്തരം അടിയന്തര സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ തയ്യാറെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ ഞങ്ങൾ ഇപ്പോൾ സജീവമായി നോക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഞ്ചിലും കുപ്യാരയിലും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞു. പ്രകോപനമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതോടെ BSF തിരിച്ചടിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കുപ്വാരയിലും പുഞ്ചിലും വെടിവെപ്പുണ്ടായത്. പഹൽഗാമിൽ ഭീകരരെ പിടിക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ സേന പ്രദേശത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാനാണ് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നു. കുൽഗാം വനമേഖലയിൽ വെച്ചാണ് വെടിവെപ്പുണ്ടായത്. കുൽഗാമിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭീകരർ സൈന്യത്തിന് നേരെ വെടിവെച്ചത്. സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 ഇടങ്ങളിൽ സൈന്യം ഭീകരർക്ക് അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിൽ വെച്ചാണ് ആദ്യം ഭീകരരെ കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇവർ സൈന്യം എത്തുന്നതിന് മുമ്പേ കടന്നുകളയുകയായിരുന്നു. ഇനി വൈകില്ല, ഉടനെ തന്നെ ഭീകരർ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങും. അവരുടെ രക്തം കൊണ്ടായിരിക്കും ഇന്ത്യ മറുപടി ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.